ശ്രീ എ കെ അനുരാജ, ദില്ലി പോലീസ് AI പവേർഡ് ഫേഷ്യൽ റെക്കഗ്നിഷൻ സിസ്റ്റം ഈ ജന്തർ മന്ദർ പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് ഉപയോഗിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ കോടതിയിലേക്ക് അഡ്വക്കേറ്റ് A. റഹീം അടക്കമുള്ളവർ പോയിരിക്കുന്നത്. അതിലെ ഈ പറയുന്ന സ്വകാര്യതാ ലംഘനം ചോദ്യം ചെയ്തുകൊണ്ടാണ്. എന്തൊക്കെ അധികാര ദുർവിനിയോഗങ്ങളാണ് ദില്ലി പോലീസ് കാണിച്ചിരിക്കുന്നത്? അല്ല, ദില്ലി പോലീസ് എന്നുള്ളതല്ല, പോലീസ് എവിടെയും പോലീസിൻ്റെതായ സംവിധാനങ്ങളാണ് ഉപയോഗിക്കുക. അതിനകത്ത് എന്തെങ്കിലും വീഴ്ചകളുണ്ടെങ്കിൽ ചൂണ്ടിക്കാണിക്കാവുന്നതാണ്. പക്ഷേ ദില്ലിയിൽ നമുക്കറിയാം അവിടെയുള്ള സാഹചര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ സംഘർഷമുണ്ടായി, അവിടെ സമരമുണ്ടായി, സമരത്തെ തുടർന്ന് സംഘർഷങ്ങളുണ്ടായി. സംഘർഷത്തിൻ്റെ ഇതിപ്പം പലപ്പോഴും അവതരിപ്പിക്കപ്പെടുന്ന സംഘർഷമായിട്ടല്ല, അതായത് സമരക്കാരെ അകാരണമായിട്ട് പോലീസ് ആക്രമിച്ചു എന്നൊക്കെയാണ്. പക്ഷേ പോലീസിന് പരിക്കേറ്റിട്ടുണ്ട് എന്നുള്ളതിൽ തന്നെ ഇത് വ്യക്തമാണല്ലോ. അതുപോലെ തന്നെ എത്രയോ ദൃശ്യങ്ങൾ നമ്മൾ സമരക്കാരെ തന്നെ പ്രകോപിതരാകുന്ന സാഹചര്യങ്ങൾ ഉണ്ടായല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് നിയമത്തിൻ്റെ വഴിക്ക് പോകുമെന്ന് പറഞ്ഞാൽ അതുകൊണ്ടാണ്. അതുപോലെ നീതിന്യായ സംവിധാനത്തെ, അതുപോലെ നിയമപാലന സംവിധാനത്തെ അതിനൊന്നും പ്രത്യേക സാഹചര്യത്തിൽ അതിൽ ഒരു പുതിയ മാറ്റം ഉണ്ടായതുപോലൊന്നും അവതരിപ്പിക്കേണ്ട കാര്യമൊന്നും ഇപ്പോൾ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതെന്തായാലും പക്ഷേ ഡൽഹിയിലായതുകൊണ്ട് കൂടുതൽ മാധ്യമ ശ്രദ്ധ കിട്ടുന്നു. അതുപോലെ തന്നെ പറഞ്ഞു പൂർത്തിയാക്കട്ടെ. പ്രതിപക്ഷ കക്ഷികൾ, ഈ പറയുന്ന നമ്മുടെ ഇന്ത്യ സഖ്യത്തിലെ വിവിധ കക്ഷികൾക്ക് അവരെത്രയോ കാലമായിട്ട് മുന്നണിയൊക്കെ ആയിട്ട് രൂപീകൃതമായിട്ടുണ്ടെങ്കിൽ ഇത് ആദ്യമായിട്ടാണ് അവർക്കൊന്ന് ഒരുമിച്ച് സംഘടിച്ച് നിൽക്കാൻ സാധിക്കുന്നത്. അത് തന്നെ ഈ CJPയുടെ തണലിലാണ് നിന്നത്. അപ്പോൾ ഈ CJP ഉയർത്തുന്നതിനേക്കാളും ശക്തമായിട്ടുള്ള വാദങ്ങളുമായിട്ട് ഇപ്പോൾ ഇത്തരം രാഷ്ട്രീയ കക്ഷികൾ അതിൻ്റെ നേതാക്കന്മാരും വരികയാണ്. അപ്പോൾ നമുക്കറിയാം ആദ്യത്തെ ഘട്ടത്തിൽ CJP തന്നെ ഈ അക്രമ സംഭവങ്ങളിൽ ഇതിൽ കേസെടുക്കരുതെന്നോ അല്ലെങ്കിൽ ഇതുമായി നടപടികളുമായിട്ട് മുന്നോട്ട് പോകരുതെന്നോ ആവശ്യം അവർ തന്നെ മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നില്ല. ആ സമയത്ത് ഇടതുപക്ഷമൊക്കെ പറഞ്ഞിരുന്നത് അവർ മുന്നോട്ട് വെക്കാത്തൊരു ആവശ്യം ഞങ്ങൾക്ക് മുന്നോട്ട് വെക്കാൻ പറ്റില്ല എന്നായിരുന്നു. ഇപ്പൊ അവരെ കൂടെ ആ തരത്തിൽ ആവേശം ജനിപ്പിക്കുന്ന രീതിയിലേക്ക് പ്രതിപക്ഷം ശ്രമിക്കുകയാണ്. അപ്പോൾ ഇത് വളരെ വ്യക്തമാണ്. അതായത് കേന്ദ്ര സർക്കാരിനെതിരെ പ്രതിപക്ഷ കക്ഷികൾ വളരെ സംഘടിതമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുള്ള ഒരു ഉപകരണമായിട്ട്, ഒരു അവസരമായിട്ട് ഇത് ഉപയോഗിക്കുകയാണ്. അതുകൊണ്ട് ഇപ്പോൾ വരുന്ന വെറും രാഷ്ട്രീയ ആരോപണങ്ങളാണ്. അതായത് പ്രതിപക്ഷ കക്ഷികൾ സർക്കാരിനെതിരെ ഉയർത്തുന്ന രാഷ്ട്രീയ ആരോപണങ്ങൾ മാത്രമാണ് ഇപ്പോൾ ഇതുള്ളത്. മറ്റ് പോലീസ് നടപടികളൊക്കെ പോലീസ് സ്വാഭാവികമായിട്ടും ചെയ്യും. അതിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ദില്ലി പോലീസ് അതായത് ഇപ്പൊ ഈ AI പവേർഡ് ഫേഷ്യൽ റെക്കഗ്നിഷൻ സിസ്റ്റം ഉപയോഗിക്കണമെങ്കിൽ ദില്ലി പോലീസിന് അവിടെ നിന്ന് അന്തരീക്ഷത്തിൽ ഈ സാധനം എടുത്ത് ഉപയോഗിക്കാൻ കഴിയില്ല. അതിനുള്ള സംവിധാനം അവിടെ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. ഇത് അവിടെ ഉപയോഗിക്കാമെന്ന മുൻധാരണയും അതിനുള്ള തയ്യാറെടുപ്പും വേണ്ടി വന്നാൽ ഉപയോഗിക്കണമെന്ന നിർദ്ദേശവും അവർക്കുണ്ടായിരുന്നു. ഈ സംവിധാനം അവരുടെ കയ്യിലുണ്ടായിരുന്നു. അപ്പോൾ പട്നയിൽ AK-47 തോക്ക് ഉപയോഗിച്ചു. ഒരു ജനകീയ സമരം ഉണ്ടാകുന്ന സമയത്ത് രാജ്യത്തെ പൗരന്മാർ പ്രതിഷേധം നടത്തുന്ന ഇടത്ത് പോലീസിന് AK-47 കൊണ്ടുവന്ന് വെക്കേണ്ട കാര്യമില്ലാതെ അവർക്ക് അവിടെ ഉപയോഗിക്കാൻ അധികാരമില്ല. ഇങ്ങനെ എന്തിനും തയ്യാറായി, ഭീകരരെ നേരിടാൻ വരുന്ന സൈന്യത്തെ പോലെ തയ്യാറായി ജനങ്ങളെ നേരിടാൻ വന്ന ചിത്രമാണ് വ്യക്തമാകുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അങ്ങ് പറഞ്ഞതുപോലെ പോലീസ് ഇങ്ങനെ പ്രശ്നമെന്ന് പറയാൻ കഴിയില്ല. തയ്യാറെടുപ്പുണ്ടാകുന്നത് കൃത്യമായി മുകളിൽ നിന്നുള്ള നിർദ്ദേശപ്രകാരമാണ്. ആ തയ്യാറെടുപ്പിന് കാരണമാകുന്നത് കൃത്യമായ രാഷ്ട്രീയ വേട്ട ഉണ്ടാകും എന്ന മുൻധാരണ കൊണ്ടാണ് എന്ന് വിമർശിക്കേണ്ടി വരും. അല്ല, പോലീസ് നടപടികൾ, പോലീസിന് മേത്തട്ടിൽ നിന്നുള്ള നിയന്ത്രണം ഉണ്ട്. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും മേത്തട്ടിലെ നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെ ആകുകയും ചെയ്യാം. പക്ഷേ അതൊക്കെ മറ്റേതോ കേന്ദ്രങ്ങളിൽ നിന്ന്, രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ നിന്നാണ് എന്നൊക്കെ പറയുന്നതിന് എന്ത് തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് അല്ലെങ്കിൽ എന്ത് വസ്തുതകളുടെ അടിസ്ഥാനത്തിലാണ് എന്ന് മനസ്സിലാകുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പോലീസ് സംവിധാനത്തിൽ എന്തെങ്കിലും ഇനി പരാതി ഉണ്ട് എന്നാണെങ്കിൽ ദില്ലി പോലീസ് അല്ല, അതൊക്കെ നമുക്ക് ഏകപക്ഷീയമായിട്ടൊരു ആരോപണം ഉന്നയിക്കാം എന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ ദില്ലി പോലീസ് ചെയ്ത പ്രവർത്തനങ്ങളെല്ലാം മോശമാണ്, രാഷ്ട്രീയമാണ് എന്ന് പറയുന്നതിന് തെളിവ് ചോദിച്ചുകൊണ്ടാണ് ആഭ്യന്തര വകുപ്പിന് കീഴിലാണ് ദില്ലി പോലീസ് ഉള്ളത്. അപ്പോൾ ദില്ലി പോലീസ് അവിടെ ഒരു ഇടപെടൽ നടത്തിയിട്ടുണ്ടെങ്കിൽ, അവിടെ കൂടുതൽ പോലീസുകാരെ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ, അമിതാധികാര പ്രയോഗം നടത്തിയിട്ടുണ്ടെങ്കിൽ, അനുവദിക്കത്തക്കതല്ലാത്ത ആയുധങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ, ഈ പറയുന്ന AI ടൂളുകൾ അടക്കം കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ, അത് കൃത്യമായ നിർദ്ദേശപ്രകാരമാണ് എങ്കിൽ ഇതിപ്പോ സഭാരേഖയല്ലല്ലോ, നീക്കം ചെയ്യാനൊന്നും കഴിയില്ലല്ലോ. അത് മുകൾ തട്ടിൽ നിന്ന് രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടി തന്നെയായിരിക്കണം എന്ന് പറയാതിരിക്കാൻ എന്താണ് ഇവിടെ പേടിക്കേണ്ടത്? അല്ല, അത് ഈ പോലീസ് സംവിധാനത്തിൽ ഇപ്പോൾ എന്തൊക്കെ സംവിധാനങ്ങൾ പോലീസിന് അനുവദനീയമായിട്ടുള്ള സംവിധാനങ്ങളുണ്ടോ അതൊക്കെ പോലീസിന് ഉപയോഗിക്കാവുന്നതാണ്. അതല്ലാത്തത് ഉപയോഗിക്കാൻ പാടില്ലാത്തതാണ്. ഇത് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. അപ്പൊ ഈ കഴിഞ്ഞ ദിവസത്തിൽ ഇപ്പൊ നേരത്തെ ഇപ്പൊ മാധുവിന്റെ ചോദ്യത്തിൽ തന്നെ ഇപ്പൊ AK-47 തോക്കിന്റെ കാര്യമൊക്കെ ചോദിച്ചു. പോലീസ് തോക്ക് ഉപയോഗിച്ചിട്ടില്ലേ? എത്ര കാലമായിട്ട് പോലീസ് തോക്ക് ഉപയോഗിക്കുന്നു? കേരളത്തിൽ തന്നെ വെടിവെപ്പ് ഉണ്ടായിട്ടില്ലേ? പോലീസ് വെടിവെപ്പിൽ എത്ര പേര് കൊല്ലപ്പെട്ടിട്ടുണ്ട്? അതൊക്കെ 960 മുതൽ തന്നെ സംഭവിച്ചിട്ടില്ലേ? നമുക്ക് ഈ കൂത്തുപറമ്പിൽ ഉണ്ടായ സംഭവം നമുക്കറിയില്ല. എന്തായിരുന്നു ഒരു മന്ത്രിക്ക് പോകാൻ
അത് ആദ്യം ഈ പറയുന്ന പോലെ പിരിഞ്ഞു പോകാൻ നിർദ്ദേശം നൽകണം, അതിനുശേഷം വേണമെങ്കിൽ ലാത്തി ചാർജ് നടത്തണം, അല്ലെങ്കിൽ അതിനു മുൻപ് ജലപീരങ്കി ഉപയോഗിക്കാം, ടിയർ ഗ്യാസ് ഉപയോഗിക്കാം, വെടിവെക്കണമെങ്കിൽ മുട്ടിനു താഴെ വെടിവെക്കാം. AK-47 കൊണ്ടുപോയി ജനങ്ങൾക്ക് നേരെ ഉപയോഗിക്കാൻ കഴിയില്ല. അതൊരു മിലിറ്ററി ഗ്രേഡ് വെപ്പണാണ്, പറ്റില്ല. അല്ല, അത് സംഭവിച്ചത് ഇപ്പം നമ്മൾ പറയുന്ന ബീഹാറിലെ സംഭവമാണല്ലോ. അത് ആ ഉദ്യോഗസ്ഥനെതിരെ നടപടിയെടുത്തല്ലോ. ഡൽഹിയിലും ഒരു ഉദ്യോഗസ്ഥനെതിരെ നടപടിയെടുത്തല്ലോ. അപ്പോൾ അത്തരം കാര്യങ്ങൾ അതാ ഞാൻ പറഞ്ഞു. ഈ നടന്ന രാജ്യത്താകമാനമുള്ള ഈ സംഭവ പരമ്പരകളെ വെച്ചുകൊണ്ട് ഊതി വീർപ്പിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത്. ഇതിന് മറുഭാഗത്ത് കുറെ കാര്യങ്ങളുണ്ട്. ഒരു വിഭാഗം മാധ്യമങ്ങളും അതുപോലെ തന്നെ പ്രതിപക്ഷ കക്ഷികളും സംഘടിച്ചുകൊണ്ട് ഒരു ഭാഗം മാത്രം ഉയർത്തി കാണിക്കുകയാണ്. ബീഹാർ പോലീസിലെ ഒരു കോൺസ്റ്റബിളിന് AK-47 എവിടെ നിന്ന് കിട്ടും? അത് അന്വേഷിക്കേണ്ടതാണെന്നാണല്ലോ ഞാൻ പറയുന്നത്. ഞാൻ അതിനെ ന്യായീകരിച്ചിട്ടൊന്നുമില്ലല്ലോ. ഞാൻ പറയുന്നത് നിയമവിരുദ്ധമായി സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത്, പക്ഷെ നിങ്ങൾ പറയുന്നത് പോലെ എന്താ അങ്ങ് പൂർണ്ണമായിട്ട് അതുകൊണ്ട് അംഗീകരിച്ചു തരാൻ ഞാൻ തയ്യാറല്ല. കാരണം ഞാൻ അതിനാളല്ല. ഏജൻസികൾ അന്വേഷിച്ച് കണ്ടെത്തി നിയമ സംവിധാനത്തിലൂടെ കൊണ്ടുവരേണ്ടതാണ്. ഒന്നുകിൽ ഈ പോലീസ് ഉദ്യോഗസ്ഥന് ദേശവിരുദ്ധ ശക്തികളുമായി ആയുധക്കടത്തുമായി ബന്ധമുണ്ടാകണം, അല്ലെങ്കിൽ പോലീസിന് ഈ പറയുന്ന ഇവിടെ കൊണ്ടുവരാൻ കഴിയാത്ത ആയുധങ്ങൾ വേണമെങ്കിലും കൊണ്ടുപോയിക്കൊള്ളൂ എന്ന കൃത്യമായ ഉത്തരവുണ്ടാകണം. അല്ലെന്നേ, നീ പറയുന്ന ചിത്രം അല്ലാതെ നൽകുന്ന ചിത്രം നൽകുന്ന എത്രയോ മാധ്യമങ്ങളുണ്ട്. അപ്പൊ ഒരു വിഭാഗം മാധ്യമങ്ങൾ അതുപോലെ തന്നെ പ്രതിപക്ഷ കക്ഷികൾ മുന്നോട്ട് വെക്കുന്ന ഒരു പ്രൊപ്പഗാൻഡയാണിത്. ആ പ്രൊപ്പഗാൻഡയെ പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളാൻ തയ്യാറല്ല. പക്ഷെ ആർക്കാണ് പരിശോധിക്കാൻ സാധിക്കുക? എവിടെയായാലും ഇപ്പം നമ്മൾ കേരളത്തിലെ സാഹചര്യം നോക്കുക. കേരളത്തിൽ പോലും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥനെതിരെ നടപടി ഉണ്ടായി. എങ്ങനെയാണ്? അത് പോലീസ് സംവിധാനത്തിലൂടെ അന്വേഷണം പോയിട്ടാണ്. എത്രയോ കാലമായിട്ട് ആ ആരോപണം എയറിലുണ്ട്, പക്ഷെ അതിലൊരു നടപടി ഉണ്ടായില്ല. ഇപ്പോഴൊരു നടപടിയിലേക്ക് പോയി എന്ന് പറഞ്ഞതുപോലെ ഈ സംഭവങ്ങളിലെല്ലാം അന്വേഷണം നടക്കട്ടെ. ഇത് സമരം കഴിഞ്ഞിട്ട് 2-3 ദിവസമേ കഴിഞ്ഞിട്ടുള്ളൂ. നമുക്കറിയാലോ, പോലീസ് അന്വേഷണം അത്തരം നടപടിക്രമങ്ങളൊക്കെ അതിന്റെ സമയം എടുക്കാറുണ്ട്. നമ്മൾ എന്തിനാണ് ഈ വേണ്ടാത്ത ധൃതി കാണിച്ച് വേണ്ടാത്ത ഒരു മുൻവിധിയിലൂടെ കാര്യങ്ങളെ കാണുന്നത്? എന്തിനാണ്? ജനങ്ങൾക്ക് നേരെ ഉപയോഗിക്കാൻ കഴിയാത്ത ആയുധം കൈവശം വെക്കുകയും ഉപയോഗിക്കുകയും ചെയ്ത പോലീസുകാരെതിരെ യാതൊരു ബന്ധവുമില്ല. ഒരു സസ്പെൻഷൻ, കുറച്ചു ദിവസം വീട്ടിലിരുന്ന് വിശ്രമിക്കൂ, പകുതി ശമ്പളം തരാം. എന്നെ കൂടെ പറയാൻ സമ്മതിക്കൂ. ഡൽഹിയിൽ ജന്തർ മന്ദർ എന്ന് പറഞ്ഞ സ്ഥലത്ത് അത്ര വലിയൊരു പ്രക്ഷോഭമൊന്നും അല്ല നടന്നത്. ജനപ്രാതിനിധ്യമൊന്നും അത്ര കൂടുതൽ ഉണ്ടായിരുന്നില്ല. പക്ഷെ അതിന്റെ പ്രത്യേക സാഹചര്യം മനസ്സിലാക്കി കേന്ദ്ര സർക്കാർ അതിന് അങ്ങേയറ്റം പരിഗണന നൽകി. വിദ്യാർത്ഥികളും യുവാക്കളുമാണ് സമരത്തിൽ എന്ന് മനസ്സിലാക്കി അതിന് അങ്ങേയറ്റത്തെ പരിഗണന നൽകുകയും അവരുടെ ആവശ്യങ്ങളെല്ലാം അംഗീകരിക്കുകയും തെറ്റേറ്റു പറയുകയും അതിനുള്ള നടപടിക്രമങ്ങളൊക്കെ കൈകാര്യം ചെയ്യുകയും ചെയ്തു. അതോടൊപ്പം ഈ സംഘർഷമുണ്ടായി. സംഘർഷം എന്ന് നമ്മൾ ആരും ആഗ്രഹിക്കുന്ന കാര്യമല്ല. സംഘർഷം എന്താണ്? രണ്ട് വിപരീത ആശയങ്ങളുള്ളവർ മുഖാമുഖം ഉണ്ടാകുന്ന പ്രശ്നമാണ്. ആ രീതിയിൽ സമരക്കാരും പോലീസുമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടായി. അതായത് നേരത്തെ പറഞ്ഞത്, രണ്ട് ഭാഗത്തും പരിക്കുണ്ടായിട്ടുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള കേസുകളുണ്ട്. ആ കേസുകളിൽ ഞാനിപ്പോഴും പറയുന്ന ആ പോലീസിംഗ് സംവിധാനത്തിൽ എന്തെങ്കിലും പാളിച്ചകൾ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് പരിശോധിക്കണം. അതുപോലെ തന്നെ സമരക്കാർ ആക്രമിക്കാതെ പോലീസിന് പരിക്കുണ്ടാവില്ലല്ലോ. പോലീസുകാർ ആരെയും ആക്രമിക്കപ്പെടാവുന്നവരാണ് പോലീസുകാർ. അവരും ഇന്ത്യക്കാർ തന്നെയാണല്ലോ. അവരും ഇന്ത്യൻ പൗരന്മാരാണല്ലോ. തന്നെ കാണേണ്ടതാണ്. ശരി, ഈ എത്രത്തോളം എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ക്രൗഡ് ആണെങ്കിലും അതിനെ നിയന്ത്രിക്കാൻ കൂടി പരിശീലനം കിട്ടുന്ന സംവിധാനത്തിനാണ് പോലീസ് വിളിക്കുന്നത്. അല്ലാതെ സമരക്കാർ കല്ലെടുത്തറിഞ്ഞാൽ തലതല്ലി പൊട്ടിച്ചേക്കാം എന്ന് വിചാരിക്കുന്ന അഴിച്ചുവിട്ടൊരു സേനയെ അല്ല പോലീസ് വിളിക്കുന്നത്. എപ്പോഴും അങ്ങനെയാണല്ലോ. അതിപ്പോ 2 ദിവസമായിട്ട് ഡൽഹിയിലും പറ്റേലും മാത്രമല്ലല്ലോ, എല്ലാ കാലത്തും പോലീസ് അങ്ങനെ തന്നെയാണല്ലോ. കേരളത്തിൽ ഈ പറയുന്ന പോലീസുകാർ സമരക്കാർക്കെതിരെ പ്രശ്നം ഉണ്ടാക്കുന്ന സമയത്ത് ഇവിടെ ആരെങ്കിലും മിണ്ടാതിരിക്കുന്നുണ്ടോ? ജലപീരങ്കിയുടെ ശക്തി കൂടി എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായും ഇവിടുത്തെ മാധ്യമങ്ങളടക്കം റിപ്പോർട്ട് ചെയ്യുന്നത് ഞാൻ വാർത്തയിൽ പറഞ്ഞിട്ടുണ്ട്. എന്തൊരു ശക്തിയിലാണ് കുട്ടികൾക്ക് നേരെ ജലപീരങ്കി പ്രയോഗിക്കുന്നത്. ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതേ ഗ്രൗണ്ടിൽ നിന്നുകൊണ്ട് തന്നെയാണ്. ആ ധാർമ്മികത ഉള്ളതുകൊണ്ടാണ് ശരി. ശ്രീ ദാമോദർ പ്രസാദ്, പരിഗണന എന്ന് കേൾക്കുമ്പോൾ സത്യം പറഞ്ഞാൽ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ടെന്നേ നിങ്ങൾ അതിനെ വിമർശിക്കാറില്ലേ? അല്ലല്ല, കേരളത്തിൽ ഈ പറയുന്ന കേരളത്തിൽ അങ്ങ് പറഞ്ഞ വെടിവെപ്പടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടായതിനെ ആരെങ്കിലും ന്യായീകരിച്ചിട്ടുണ്ടോ? ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടി ന്യായീകരിച്ചിട്ടുണ്ടോ? വിമർശിക്കുന്നത് എപ്പോഴാണ്? വിമർശിക്കുന്നത് എപ്പോഴാണ്? പതിറ്റാണ്ടുകൾ കഴിഞ്ഞില്ലേ? ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടി ന്യായീകരിച്ചിട്ടുണ്ടോ? നമ്മളിപ്പോ ഇവിടെ മുദ്രാവാക്യമായിട്ട് കേൾക്കുന്നത് എന്താ?
ഞാൻ പറയാം, ഇവിടെ നമ്മൾ മുദ്രാവാക്യങ്ങളായിട്ട് കേൾക്കുന്ന എത്രയോ രക്തസാക്ഷികളുണ്ട്, പോലീസ് വെടിവെപ്പിൽ മരിച്ച രക്തസാക്ഷികൾ. അത്തരം സംഭവങ്ങളിൽ അത്തരം കാര്യങ്ങൾ അന്വേഷിച്ച് ആരാണ് കുറ്റവാളി, ആരാണ് വെടിവെച്ചത്, പോലീസാണ് എന്ന് കണ്ടെത്തിയ സാഹചര്യത്തിൽ നമുക്ക് പറയാം അത് പോലീസാണ് എന്ന്, പോലീസിന്റെ വശത്തുനിന്ന് തെറ്റുണ്ടായി എന്ന്. പക്ഷേ അതേസമയം ഈ സാഹചര്യം എന്ന് പറയുന്നത് സംഭവം നടക്കുകയും ആ അന്വേഷണം എവിടെയും എത്തിയിട്ടില്ലാത്തതുമായിട്ടുള്ള ഒരു ഘട്ടത്തിലാണ്. ഈ അവസരത്തിൽ പോലീസിനെ ഏകപക്ഷീയമായി കുറ്റപ്പെടുത്തിക്കൊണ്ട് രംഗത്തുള്ളത് ആരാണ്? പ്രതിപക്ഷ കക്ഷികളും ഒരു വിഭാഗം മാധ്യമങ്ങളുമാണ്. പ്രതിപക്ഷത്തെ പിന്തുണയ്ക്കുന്ന മാധ്യമങ്ങളും അന്ധമായിട്ട് ഒട്ടും നിഷ്പക്ഷതയില്ലാതെ പ്രവർത്തിക്കുന്ന മാധ്യമങ്ങളുമാണ്. അത്തരം പാർട്ടികളും അതുപോലെ അത്തരത്തിലുള്ള മാധ്യമങ്ങളും മുന്നോട്ട് വെക്കുന്ന ആശയത്തെ അതേ രീതിയിൽ ഉൾക്കൊള്ളാൻ, അതാണ് ശരി എന്ന് ഏറ്റു പറയാൻ ഞാൻ തയ്യാറല്ല. പക്ഷേ ഉണ്ടായ മീഡിയ പറയുന്ന നെറേറ്റീവ് മാത്രം കേട്ടാൽ മതി, അതിൽ യാതൊരു എതിർപ്പും ഉണ്ടാകില്ല എന്ന് ഞാൻ വിചാരിക്കുകയും ചെയ്യുന്നു. പാലൂട്ടി വളർത്തിയ വലിയ പരിവാര സംഘങ്ങളുണ്ടല്ലോ, അവരൊക്കെ പറയുന്ന നെറേറ്റീവ് മാത്രം വിശ്വസിച്ചാൽ മതി. പക്ഷെ അത് കേൾക്കുകയും കാണുകയും ചെയ്യുന്ന മനുഷ്യരുണ്ട് സാർ. ഇപ്പോഴും ഐസിയുവിൽ കിടക്കുന്ന ഒരു പെൺകുട്ടിയുണ്ട്, പെല്ലറ്റ് തറച്ചു കയറിയ വിദ്യാർത്ഥികളുമായി വാർത്താ സമ്മേളനം നടത്തിയ രാഹുൽ ഗാന്ധിയുണ്ട്, ഒരു കണ്ണിന് കാഴ്ച നഷ്ടപ്പെട്ട ഒരു യുവാവുണ്ട്. ഇങ്ങനെ പലരുണ്ട് സാർ, ഇങ്ങനെ പലരുണ്ട്. അപ്പോൾ ഈ പറയുന്ന ഗോദി മീഡിയയുടെ നെറേറ്റീവ് മാത്രം തർക്കങ്ങളില്ലാതെ കേട്ടാൽ മതി, ഈ പറയുന്ന തലപൊട്ടി വഴിയിൽ കിടന്ന വിദ്യാർത്ഥികളെ കാണണ്ട, കേൾക്കണ്ട. പോലീസിനെ മാത്രം കുറ്റം പറഞ്ഞാൽ മതി. കയറടിച്ച് പോലീസിനെ വിടാനാണെങ്കിൽ എന്തിനാണ് സാർ അധികാരം? കയറടിച്ച് പോലീസിനെ വിടാനാണെങ്കിൽ എന്തിനാണ് അധികാരം? പണിയറിയില്ലെന്ന് പറഞ്ഞാൽ മതിയല്ലോ. ശരി, ഈ സമരത്തോട് കാണിക്കുന്ന പരിഗണന എന്ന് കേൾക്കുമ്പോൾ യഥാർത്ഥത്തിൽ വേദന തോന്നുകയാണ്. വിദ്യാർത്ഥികളെ ലാത്തിക്കൊണ്ട്, മുള്ളുവെച്ച ലാത്തിക്കൊണ്ട്, വിദ്യാർത്ഥികളെ തോക്കുകൊണ്ട്, AK-47 കൊണ്ട് നേരിട്ട ഈ പറയുന്ന കേന്ദ്ര സർക്കാരിന്റെ പോലീസാണ് പരിഗണന കൊടുത്തത്. അവരുടെ പരിഗണന ഇല്ലായിരുന്നെങ്കിൽ ഈ സമരം പൊളിഞ്ഞു പോയേനെ എന്ന് ആലോചിക്കുമ്പോഴാണ് സങ്കടം. Debate with Madhu Saji.